മെത്തേഡോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കള്ളത്തര നടത്താൻ പറ്റും. ഞാൻ ഈ 89 വോട്ടിന് അവിടെ പോയി തോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്റെ ഒരു നാലാണ് ആദ്യം ഞാൻ നടത്തി വരുന്നില്ലേ. ഇന്നിപ്പോ നിതിൻ നബീന്റെ 30 കൊല്ലം 25 കൊല്ലം കൈവശം വെച്ച സീറ്റ് നമുക്ക് നഷ്ടമായി. 50,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് നമ്മൾ 20,000 വോട്ടിന് തോറ്റു. അത് ജനാധിപത്യത്തിൽ സംഭവിക്കുന്നതാണ്. അല്ല, അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ മണ്ഡലത്തിൽ EVM ടാമ്പർ ചെയ്യാൻ അയാളെ തോക്കാൻ നിൽക്കുമോ? അപ്പൊ BJP ജയിക്കുന്നിടത്തെല്ലാം EVM ടാമ്പറിംഗ്. കോൺഗ്രസ് ജയിച്ചാൽ ജനാധിപത്യത്തിന്റെ വസന്തം. കേരളത്തിൽ വലിയ ഭൂരിപക്ഷം. അതിനെങ്ങനെ ജയിക്കേണ്ടത്? ഈ കമ്മ്യൂണിസ്റ്റുകളുണ്ടല്ലേ അവർ ജയിക്കുന്നത്. ഇവരീറ്റ പ്രചരണം നടത്തിയിട്ടല്ലേ ഇവരിങ്ങനെ SIR നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ ഈ നാറിയ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ നാട് മുഴുവൻ പറയുന്നത് മുസ്ലിങ്ങളെ എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പത്തേക്ക് കോൺഗ്രസ് ഏറ്റുപിടിച്ചു, ലീഗുകാർ ഏറ്റുപിടിച്ചു. ഞാൻ നാറിയ എന്ന് പറയുന്നത് നാറിയ പണിയാണിത്. ഈ രാജ്യത്ത് എല്ലാ പൗരന്മാരെയും വോട്ടർ പട്ടികയിൽ പെടുത്തുക എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സദുദ്ദേശപരമായ ഒരു നടപടിയെ ഇവരെന്താണ് വ്യാഖ്യാനിച്ചത്? ഇവർ വ്യാഖ്യാനിച്ചത് മുസ്ലിങ്ങളെ എല്ലാം അയ്യോ കുഴിയിലേക്ക് കാല് നീട്ടിയാലേ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോയിട്ടല്ലേ വോട്ടർ പട്ടിക പേര് ചേർത്തത്. 20,000 വോട്ടിന് സച്ചിൻ ദേവ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം എങ്ങനെ ജയിച്ചത്? മറ്റേ 5,000 വോട്ടിന് എത്ര വോട്ടിനാ? 19,000 വോട്ടിന്. കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ നടത്തിയ പ്രചരണമാണ്. ഞാൻ നോക്കുമ്പോൾ മുസ്ലിം ബൂത്തുകളിലെല്ലാം വൻ ലീഡാ UDF. എന്റെ വീടിനടുത്ത്, ഞാൻ മാമ്പയില്ല താമസിക്കുന്നത്, അവിടെ ഒരു 8ാം വാർഡിൽ ശോഭരാജന്റെ ഒക്കെ വാർഡിൽ ഈ സൈഡ് മുഴുവൻ മുസ്ലിങ്ങളും CPM-മാരാണ്. കംപ്ലീറ്റ് ആടെ ആ ഏരിയ അങ്ങോട്ട് മേലോട്ട് പോയാൽ ആ വീടിന്റെ അവിടെ മുഴുവൻ. ഞാൻ വീട്ടിൽ വന്നിട്ട് മെല്ലെ കണക്ക് നോക്കി ആ ബൂത്തിൽ ഒരൊറ്റ വോട്ട് LDF-ന് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് LDF ലീഡ് ചെയ്യുന്ന ആ സ്ഥലം മുഴുവൻ UDF ലീഡ് ചെയ്തിരിക്കുന്നു. കാരണം മുസ്ലിങ്ങളെ അങ്ങനെയല്ലേ പറഞ്ഞു പറ്റിക്കുന്നത്. നിങ്ങളെ പൗരത്വം പോട്ടോ, ഏത് SIR-ൽ പേര് ചേർത്തല്ലേ നിങ്ങളെ പൗരത്വം പോകും. നിങ്ങളെ വോട്ട് ഇല്ലാതാക്കാനാണ്. നിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കും. CAA വന്നപ്പോ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, താമരശ്ശേരി ഗിരീഷിന്റെ നാട്ടിലൊക്കെ പോസ്റ്റർ ഒട്ടിച്ചില്ല RSS-കാരന് ഈ വീട്ടിൽ പ്രവേശനം ഇല്ല. ഉണ്ടോ ഇല്ലയോ? ആര് നടത്തിയതാണ്? അപ്പൊ SIR നല്ല കാര്യമായിരുന്നു. അത് മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടി, ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടി ഇവർ തെറ്റായി പ്രചരിപ്പിച്ചു. അതിന്റെ ഗുണം ലീഗിനും കോൺഗ്രസിനും കിട്ടി. എത്ര സമരം ഇവിടെ നടന്നു. ഞാൻ നോക്കുമ്പോൾ നല്ല നല്ല പൊതുസമൂഹത്തിൽ വളരെ മാന്യമായിട്ടുള്ള പല ആൾക്കാരും ഈ SDPI-ക്കാർ സംഘടിപ്പിക്കുന്ന റാലിയില് ഏത് മോദി പൗരത്വം എടുത്തു കളയാൻ പോവാം CAA വന്നപ്പോ. ഇല്ലേ, നിങ്ങളുടെ നാട്ടിൽ അനുഭവമില്ലേ? ബാലുശ്ശേരിയിലെ പരിസര പ്രദേശങ്ങളിൽ എത്ര ജാഥ നടന്നു. ഞാനൊക്കെ ഉള്ളിയേരിയില് വായി വിരലിട്ട കടിക്കാത്തവൻ വരെ ഈ SDPI-ക്കാരെ സംഘടിപ്പിക്കുന്നത് പേടിച്ചു പോയി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മുസ്ലിങ്ങളെല്ലാം ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ CAA കൊണ്ടുവരുന്നത്. പല സ്ഥലത്തും ബോർഡ് വെച്ച് RSS-കാരന് പ്രവേശനമില്ല. പക്ഷെ ദൈവം മോളുണ്ടല്ലോ, പ്രളയം വന്നപ്പോ ഈ RSS-കാരനെ ഉണ്ടായല്ലോ ആദ്യം വീട്ടിലേക്ക് ഓടിയിട്ട് വീട് നന്നാക്കാൻ. കാരണം സേവാഭാരതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചില സ്ഥലത്ത്, അല്ലേ?